എല്ലാവർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുണ്ടല്ലോ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്യാത്തൊരു റെസിപ്പിയാണിത്. ചിക്കൻ സ്റ്റൂ ആണ് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഇത് വിത്ത് ബോണുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഫ്രഷ് ടു ഹോമിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 400 ഗ്രാം ചിക്കൻ ഉണ്ട്. 380 മുതൽ 420 എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് കുറച്ച് എന്തായാലും ഇത്തിരി പീസുകളിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു 400 ഗ്രാം കൂട്ടാം അതിനെ. അപ്പോൾ ഈ 400 ഗ്രാം ചിക്കൻ വെച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കണതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ്റെ അളവ് കൂട്ടുമ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തണം കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് മൊത്തം നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്കൊരു 1/4 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുക്കറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് വെച്ചിട്ടും വേവിക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഒരു ചെറിയ 2 പൊട്ടറ്റോയും ഒരു ചെറിയ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കത് വേറെ വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ കൂടെ തന്നെ അത് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ആ ചിക്കൻ്റെയും ഒക്കെ ഒരു ഇത് ഫ്ലേവർ അതിനകത്തേക്കും വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കുക്കറിലിട്ട് ഒറ്റ വിസിൽ വെച്ചാൽ മതി. ഒരുപാട് വെന്ത് അഴിഞ്ഞു പോകണ്ട. ശരിക്കും ബോൺലെസ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടിയും നല്ലത്. നിങ്ങൾക്ക് ബോൺലെസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് നോക്കിക്കോളൂ. അതായിരിക്കും കുറച്ചും കൂടി കഴിക്കാനും കുറച്ചും കൂടി ഈസി അതായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് വേവിച്ച് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും ആവശ്യത്തിന്. നടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിന് ഒറ്റ വിസിൽ വെച്ചെടുക്കാം. ചിക്കൻ സ്റ്റൂ തയ്യാറാക്കേണ്ട ആ ചിക്കൻ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിനകത്ത് നാളികേരപ്പാൽ ചേർത്തിട്ട് ഒന്നും കൂടി വേവിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കുക്കറിലിട്ടിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് സ്പൈസസ് വേണം. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക്, ഒരു 2 കഷ്ണം കറുകപ്പട്ട, ഒരു 3-4 ഏലക്ക, പിന്നെ ഗ്രാമ്പു, ഒരു 3-4 ഗ്രാമ്പു. ഇത്തരം സാധനങ്ങൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യുടെയും കൂടി ആവശ്യമുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത്. ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയായിട്ടാണ് ഞാൻ ഇട്ടേക്കണം. വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണിന് താഴെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എരിവനുസരിച്ചിട്ട് പച്ചമുളക്, നമ്മൾ ഓൾറെഡി കുരുമുളക് പൊടി ഇനിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പച്ചമുളക് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഒണിയൻ നീളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യണ്ട, കുറച്ച് കനത്തിൽ തന്നെ കട്ട് ചെയ്തത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക. ഇതിനെ ഒന്ന് വഴറ്റിയിടണം. നമുക്ക് ചേർത്ത് കൊടുത്ത സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ മൂത്തൊന്നും വരണ്ട. ഇതിനകത്തേക്ക് ഞാൻ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ ആ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയാൽ മതി. ടൊമാറ്റോ അങ്ങനെ വെന്തുടഞ്ഞൊന്നും പോകണ്ട. നമ്മൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കണം നമ്മുടെ ഈ ക്യാരറ്റും പൊട്ടറ്റോയും ആ ചിക്കനും വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വേവിച്ച സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഞാനപ്പോൾ അതിനകത്ത് തേങ്ങയുടെ 2ാം പാലിൽ തന്നെ കലക്കിയെടുത്തേക്കാണ്. അതും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തീ ഒന്ന് ഫുള്ളിൽ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ അതോടുകൂടി കട്ട പിടിച്ച് കിടക്കും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1.5 കപ്പ് വരെ, 1.5 കപ്പിൽ താഴെ മതി, കൂടണ്ട. ഇത് കോൺഫ്ലവർ ചേർക്കുന്നത് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. 1.5 കപ്പ് വരെ കോക്കനട്ട് മിൽക്ക്, സെക്കൻഡ് മിൽക്കാട്ടോ ചേർക്കണത്. നമുക്ക് ഫസ്റ്റ് മിൽക്ക് അവസാനം ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 1.5 കപ്പ് കോക്കനട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പൊട്ടറ്റോയിലും ക്യാരറ്റിലും ചിക്കനിലൊക്കെ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഗ്രേവിയുടെ ഉപ്പ് നമുക്ക് അവസാനം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തിളപ്പിക്കാം. നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇങ്ങനെ തിളച്ചതാ ഇതേ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ടാട്ടോ ഇതിങ്ങനെ ഇത്രയും ഇത്തിരി ഇങ്ങനെ കുറുകി വരുന്നത്. ഇത് ചേർക്കാണ്ട് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ തിളച്ച് വന്നതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും അല്ലെങ്കിൽ വിനെഗർ, ഞാനിപ്പോൾ ഇവിടെ വിനെഗറാണ് ചേർക്കണേ. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, നമുക്കതിനെ പുളിയിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് നാരങ്ങ നീര്, ഞാൻ നാരങ്ങ നീരിന് പകരം 1 ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുക. വിനെഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ടേ നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതങ്ങോട്ട് പിരിഞ്ഞു പോകും.
ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാല, ഒരു 1.5 ടീസ്പൂൺ വരെ ഗരം മസാലയും ബാക്കി 3/4 ടേബിൾ സ്പൂണാണ് നമ്മുടെ കുരുമുളക് പൊടി ഇരിക്കണേ. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കുരുമുളക് പൊടി. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാൽ, ഏകദേശം 1 കപ്പ് വരെ 1/4 പാൽ ചേർത്ത് കൊടുക്കണം. 3/4 മുതൽ 1 കപ്പ് വരെ, അത് എത്ര ചാറ് വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1/4 പാൽ ചേർക്കുമ്പോൾ ഇതൊന്നും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ കുറച്ചൊരു നീളത്തിൽ എടുക്കണം, അങ്ങനെ എടുക്കുമ്പോഴാണ് ഒരു രസം കേട്ടോ അത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഒരുപാട് അങ്ങോട്ട് കുറുകിയിരുന്ന ഒരു സുഖമില്ല. അപ്പോൾ ഞാൻ എന്താ 1 കപ്പ് നാളികേരപ്പാൽ കുറുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിനെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ചേർത്തിട്ട് നിങ്ങൾക്കറിയാം ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ആ നാളികേരപ്പാലിലുള്ള വെള്ളം ഒന്ന് വയ്ക്കാൻ മതി. ഈ കോക്കനട്ട് പൗഡറാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലോർ ഒഴിവാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കോക്കനട്ട് പൗഡർ കുറച്ചും കൂടി തിക്കാണ്, അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിക്കോളൂ. നാളികേരപ്പാലാണ്, നമ്മൾ നോർമൽ നാളികേരം പിഴിഞ്ഞെടുക്കുന്ന പാലാണെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഇങ്ങനെ കുറുകി തന്നെയാണ് ഇരിക്കണേ. ഇനി ഇത് തിളപ്പിക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 4 സൈഡിൽ നിന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിനെ ഇറക്കി വയ്ക്കാം. ഇനി ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും കൂടി വറുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കാഷ്യൂനട്ടും കൂടി നെയ്യിൽ വറുത്ത് ചേർത്ത് നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെയോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടിയാണ് ഭയങ്കര കിടിലൻ കോമ്പിനേഷനാണ്. ഞാൻ അപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചു, ഫെർമെൻ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെയ്യിൽ. ആ കാഷ്യൂട്ട് കിസ്മിസും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ പിള്ളേർ കിസ്മിസ് കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. ആ നെയ്യിൻ്റെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരും, ഭയങ്കര ടേസ്റ്റാട്ടോ അത്. ഒരാളിവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ബ്രെഡിൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ സ്റ്റൂ, നല്ല ആവി പറയണ ചിക്കൻ സ്റ്റൂ.